അപ്പോൾ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്. പറഞ്ഞതാണ് സമസ്തയുടെ വിശ്വാസമെങ്കിൽ മൊഹീദ്ദിമാല പെട്ടെന്ന് പിൻവലിക്കണം. കാരണം എന്താ? മൊഹീദ്ദിമാലയിൽ ഭൂമി ഉരുണ്ട ഫോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ, കഅബാനെ ചുറ്റുവാൻ കുത്തുബാണോലെല്ലാവരും കഅബൻ തൊവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. കുത്തുബാണ്. എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. കാര്യങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ് എന്ന്. ഖുൽ അഫലാ തത്തഖൂൻ, എങ്കിൽ നബി അവരോട് ചോദിക്കും, നിങ്ങൾ തഖ്വയുള്ളവ സൂക്ഷിക്കുന്നില്ലേ അല്ലാഹുവിനെ എന്നാണ്. മുദബ്ബിറുൽ ആലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ധാരാളം ചർച്ചകൾ ആ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. പുറത്തും നമ്മുടെ പ്രബോധന മേഖലയിൽ ധാരാളം ചർച്ച നടന്ന വിഷയങ്ങളാണ്. പക്ഷേ ഓരോ സമയത്തും ഇതിൻ്റെ പ്രചാരകരായി മുദബ്ബിറുൽ ആലം, അള്ളാഹു അല്ലാത്ത ആളുകൾ ആ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരമൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് അള്ളാഹു മുദബ്ബിറാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്, ലോകത്ത് ആരെങ്കിലും അള്ളാഹു ഉണ്ട്, ദൈവമുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അള്ളാഹു അല്ലാത്ത മറ്റു ഒരു ശക്തിയുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഏത് മതത്തിൻ്റെ ആളുകളാകട്ടെ, അവർ ദൈവമുണ്ട് എന്ന് അവരുടെ ഭാഷയിൽ പറയാം, അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് ഈ മുദബ്ബിറുൽ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ആരാണോ കൈകാര്യം ചെയ്യുന്നത് അതാണ്. അങ്ങനെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റു ഒരു ശക്തിയാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ അള്ളാഹുവിന് എന്താണ് ജോലി? മുദബ്ബിറുൽ അംർ, പ്രപഞ്ചത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നവൻ, കൈകാര്യകർത്താവ് അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിന് എന്താണ് പിന്നെ ഒരു ജോലി? ഇവിടെ സത്യനിഷേധികളായ ആളുകൾ പോലും ഇത് അംഗീകരിച്ചിരുന്നതാണ്. ഉദാഹരണമായി സൂറത്ത് അൽ ബഖറയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതേപോലെ തന്നെ അന്നത്തെ ഭരണാധികാരി രാജാവും തമ്മിലുള്ളൊരു സംവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിം ഫി റബ്ബി. അവിടെ തദ്ബീറുൽ ആലമിനെ കുറിച്ചുള്ളൊരു ചർച്ചയുണ്ട്. ഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുദബ്ബിറുൽ അംർ അള്ളാഹു ആണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ വെച്ച് രാജാവിനെ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നതാണ്, എങ്കിൽ നീ റബ്ബാണ് എങ്കിൽ ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന് നീ കൊണ്ടുപോകാ എന്നാണ്. അപ്പോൾ ഈ രാജാവ് പോലും അംഗീകരിക്കുന്ന കാര്യമാണ് മുദബ്ബിറുൽ ആലം, കിഴക്കുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് സൂര്യനെ അസ്തമിപ്പിക്കുന്നു, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഫബുഹിത്തല്ലദീ കഫർ, നിഷേധിയായ അവൻ പരാജയപ്പെട്ടു എന്ന് അവിടെ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് മുദബ്ബിറുൽ അംർ ആലം അള്ളാഹു മാത്രമാണ്. മാത്രമല്ല സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ, ആ 31-ാമത്തെ ആയത്തിൽ സത്യനിഷേധികളോടുള്ള ചോദ്യം, മക്കയിലുണ്ടായിരുന്ന അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എന്നാൽ അതോടൊപ്പം മറ്റു പല ആളുകളോടും ദുആ ഇരക്കുന്ന നിഷേധികളായ ആളുകളോട് ഖുർആൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ഈ മുദബ്ബിറുൽ ആലം ലോകത്തെ നിയന്ത്രിക്കുന്നു അള്ളാഹു ആണ് എന്ന് അംഗീകരിക്കുന്ന സ്ഥിതിക്ക് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഒരായത്ത്, ഖുൽ മൻ യർസുഖുകും മിനസ്സമാഇ വൽ അർള് അമ്മൻ യംലികു അസ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ. കാര്യങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അള്ളാഹു ആണ് എന്ന്. ഖുൽ അഫലാ തത്തഖൂൻ, എങ്കിൽ നബി അവരോട് ചോദിക്കും, നിങ്ങൾ തഖ്വയുള്ളവ സൂക്ഷിക്കുന്നില്ലേ അള്ളാഹുവിനെ എന്നാണ്. അപ്പോൾ മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നൊരു കാര്യമാണ് പ്രപഞ്ചത്തിൻ്റെ കൈകാര്യം നടത്തുന്നവൻ അള്ളാഹു ആണ് എന്ന്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നില്ല എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ അർ-റാസിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സുമ്മ ബയ്യന
تعالى أن الرسول صلى الله عليه وسلم إذا سألهم عن مدبر هذه الأحوال ഈ കാര്യങ്ങളുടെയൊക്കെ മുദബ്ബിർ ആരാണ് എന്ന് മുഹമ്മദ് നബി മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഫസയഖൂലൂൻ, അപ്പോൾ അവർ പറയും ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല, അത് അള്ളയാണ്, യഥാർത്ഥ അള്ളയാണ് എന്ന്. നബിക്ക് പരിചയമുള്ള മക്ക മുശ്രിക്കുകൾക്ക് പരിചയമുള്ള അള്ളാഹുവാണ്, ലോകത്തിൻ്റെ തദ്ബീർ നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് എന്ന് മക്ക മുശ്രിക്കുകൾ പറയും. വഹാദ യദുല്ലു അല അന്നൽ മുഖാതബീന ബിഹാദൽ കലാം കാനു യഅരിഫൂന അല്ലാഹ വ യുഖിറൂന ബിഹി. ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്ന, യാഥാർത്ഥ്യമാക്കി നിശ്ചയിക്കുന്ന എന്താണ്? അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു, അള്ളാഹുവിനെ അറിയുന്നവരായിരുന്നു. വഹുമുല്ലദീന ഖാലു ഫി ഇബാദത്തിൽ ഇസ്ലാം ഇന്നഹാ തുഖർരിബുന ഇലല്ലാഹ്. പിന്നീട് അവർ വിഗ്രഹങ്ങളെ മുന്നിൽ വെച്ചിരുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ മക്ക മുശ്രിക്കുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കൈകാര്യം. ഇപ്പോൾ ഓരോ സിരകളുടെയും രക്തത്തിൻ്റെ സഞ്ചാരം മുതൽ മനുഷ്യൻ്റെ നിയന്ത്രണം വരെ ഈ പ്രപഞ്ചത്തിൻ്റെ അണ്ടകടാഹത്തിൻ്റെ കോടാനകോടി നക്ഷത്രങ്ങൾ, ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത് അള്ള മാത്രമാണ് എന്ന് ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ യാതൊരുവിധ കഴിയുമില്ല എന്ന ലോകത്തുള്ള മനുഷ്യരുടെ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഖുർആൻ ചോദിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൂടെ എന്നത്, ആ യാഥാർത്ഥ്യമാണ് ലോകത്തുള്ള എല്ലാ ആളുകളും അംഗീകരിക്കേണ്ടത്. തീർച്ചയായും ഈ രൂപത്തിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യത്തെയാണ് മറ്റു പല ആളുകൾക്കും വകവെച്ചു കൊടുത്ത് പല ആളുകളും മുന്നോട്ട് പോയി അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും ചർച്ചകളിലേക്കുമൊക്കെ അവർ പിന്നീട് എത്തിച്ചേരുകയും ചെയ്തത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾ മുന്നോട്ട് വെച്ചൊരു വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും പലപ്പോഴും വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്തു നോക്കിയാൽ ഈ അടുത്ത സമയത്തും അത്തരം ചില കാര്യങ്ങൾ അവർക്ക് പറയേണ്ടി വന്നു എന്നത് നമുക്ക് കാണാനാകും. ഒരു ചെറിയൊരു വീഡിയോ ഭാഗം നമുക്ക് കേൾക്കാം. ഞങ്ങൾ ആലിമീങ്ങൾ അവരുടെ കനപ്പെട്ട രചനകളിലടക്കം ഇങ്ങനെ ഒരു വാദം പുത്തൻവാദികളും മറ്റും ഉന്നയിക്കുമ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു ഗ്രന്ഥമാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഈ ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചിട്ട് വർഷങ്ങളായി. 1988 ഇതിന്റെ 2ാമത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹുവിന്റെ ഉദ്ധരണി എടുത്തുദ്ധരിച്ചുകൊണ്ട് മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഉസ്താദ് അവർകൾ പറയുന്നുണ്ട്. അനീബി തൗഹീദിൽ മുത്തലഖി അൻ യഅലമ അന്ന മുദബ്ബിറുൽ ആലമി വാഹിദുൻ. പൊതുവേ തൗഹീദ് കൊണ്ടുള്ള വിവക്ഷ പ്രപഞ്ച നിയന്താവ് ഏകനാണെന്നും ദാസൻ അവന്റെ പ്രവർത്തനങ്ങളിൽ പോലും സ്വയം പര്യാപ്തനല്ലെന്നും അറിയലാണ്. റാസി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഗ്രന്ഥത്തിന്റെ 51ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്. ഇവിടെ നമുക്കറിയാം CM അടക്കമുള്ള ആളുകളെ മുദബ്ബിറുൽ ആലമാണ് എന്ന് പരിചയപ്പെടുത്തി കുത്തുബായി മുദബ്ബിറായി ഒക്കെ പരിചയപ്പെടുത്തിയ ആളുകൾ ഞങ്ങളെന്നോ 88 2ാം പതിപ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥം, അതിൽ തന്നെ ഞങ്ങൾ പണ്ടേ ഇതിനെയൊക്കെ എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇതിൻ്റെ വസ്തുത? യഥാർത്ഥത്തിൽ മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രമാണ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം സമസ്ത പഠിക്കാൻ തന്നെ കാരണമായത് മുവഹിദുകളുടെ ഇടപെടൽ കൊണ്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നത് ലോകത്ത് ഇവരുടെ ഔലിയാക്കൾ, ഇവർ പറയുന്ന പ്രചരിപ്പിക്കുന്ന ഔലിയാക്കൾ അവർ കുത്തുബായും ഗൗസായും ഒക്കെ ലോകത്തുണ്ടാവുന്നതാണ്. കുത്തുബ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ്, മുദബ്ബിർ എന്ന അർത്ഥമാണ് കുത്തുബ്. അതിൽ തന്നെ പെട്ട ഗൗസ്, എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആൾ ഗൗസ്. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിനുണ്ടാവും. ചില ആളുകൾ പറയുമ്പോൾ CM അടവൂരൊക്കെ ഞാൻ മുഴുവൻ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്, എല്ലാ നിലക്കും നിയന്ത്രിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് എന്ന് CM അടവൂർ പറഞ്ഞു എന്ന രൂപത്തിൽ തന്നെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും. ഇനി ഇപ്പോൾ നമ്മളിവിടെ കേട്ടത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയിട്ടുള്ള തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിലൂടെ ഈ വിശ്വാസം, അതായത് മുദബ്ബിറുൽ ആലം അള്ളാഹ് മാത്രമാണ് എന്ന വിശ്വാസം ഞങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അത് എഴുതിയത് ഒരിക്കലും സൂഫികളായിട്ടുള്ള ഷിയാക്കളായിട്ടുള്ള സമസ്തക്കാർ കൊണ്ട് നടക്കുന്ന അവരുടെ കുത്തുബ് ഗൗസ് വിശ്വാസം തകർക്കാനല്ല.
ആ വിശ്വാസം തെറ്റാണ് എന്ന് പറയാൻ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇമാം റാസിയുടെ ഇബാറത്ത് ഉദ്ധരിച്ചതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ശരി, നിങ്ങളെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറയാം. ഇത് തൗഹീദുള്ളവർക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് നെല്ലിക്കുത്ത് എന്തായിട്ടുള്ളത് ശരിക്കും അവിടെ കൊണ്ടുവന്നത്. തൊട്ട് താഴത്തെ വരികൾ വായിച്ചാൽ, ആ പുസ്തകത്തിൻ്റെ പിന്നെ കോപ്പിയാണിതൊക്കെ, തൊട്ട് താഴത്തെ വരികൾ വായിച്ചാൽ അത് ബോധ്യമാവും. അപ്പോൾ ഒരിക്കലും മുസ്ലിയാർ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കുടുങ്ങിയതിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണം എന്ന നിലക്കാണ് ഇത് വായിച്ച് സമൂഹത്തെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ ശരിക്ക് ഇവരുടെ ഈ അപകടകരമായ അവസ്ഥ പലപ്പോഴും നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടാണ്? ഇന്നും തിരുത്തപ്പെടാതെ ഇവരുടെ ഈ വിശ്വാസം സമൂഹം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ ഒരു പ്രസംഗത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി, ഇപ്പോൾ പേരട അബ്ദുറഹ്മാൻ സഖാഫി കാട്ടിയ പോലെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിൻ്റെ ഈ ഒരു ചർച്ചയുടെ വിഷയത്തിലാണ് AP വിഭാഗം സമസ്ത ഇന്ന് പല കഷ്ണങ്ങളായത്. മുദബ്ബിറുൽ ആലം. കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സൂറത്തു നാസിയാത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ച്, ഒന്ന് ആയത്തിൻ്റെ പേരിൽ കളവ് പറഞ്ഞു, അള്ളാൻ്റെ പേരിൽ കളവ് പറഞ്ഞു, അതേപോലെ ഇമാം റാസിയുടെ പേരിൽ കളവ് പറഞ്ഞു. ഇങ്ങനെ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇവിടെ പിന്നെ വ്യാപിപ്പിച്ചൊരു വിശ്വാസമാണെന്ത്? CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന കാര്യം. അതിൻ്റെ ചില തെളിവുകളെ ഞാൻ ഒന്ന് കാണിച്ചാൽ, ഒന്ന്, ഇത് അൽ മൗലിദു നൂരി ലിൽ ഗൗസിൽ മദവൂരി എന്ന ബസീർ സഖാഫി എഴുതിയിട്ടുള്ള, മർക്കസിലെ ഉസ്താദായിരുന്ന ബസീർ സഖാഫി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഇത് എല്ലാ വീടുകളിലും സരസ്സുകളിലും വായിക്കേണ്ട പ്രധാന കിതാബാണെന്ന് ഇതിൻ്റെ ആമുഖത്തിൽ ആര് പറയുന്നുണ്ട്? അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലെന്താ ഉള്ളത്? ഇതിൻ്റെ 89ാമത്തെ പേജിൽ ഒരു സഖാഫി തന്നെ ഈ CM മടവൂരിനോട് പോയിട്ട് പറയാണ്, ഖാല ലഹു അന അഖൂലു അൻക കുത്തുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. നിങ്ങൾ കുത്തുബുൽ അഖ്താബും മുദബ്ബിറുൽ ആലമും ആണെന്ന് ഞാൻ പറയുന്നു. ഫ അബാൻ. അത് കേട്ട CM മടവൂര് ശരിവെച്ചു. എന്നിട്ട് പറയാണ്, ഫൽ മദുഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സുദി വ തബസ്സമ ബിബയാൻ. ഇതൊക്കെ ചെറിയ പ്രശംസയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഇത് കാന്തപുരത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള പുസ്തകമാണ്. ഈ പുസ്തകം ഔദ്യോഗികമായി പിൻവലിച്ചതോ അല്ലെങ്കിൽ ഇതിൽ കാന്തപുരത്തിൻ്റെ അവതാരിക ഔദ്യോഗികമായി തിരുത്തിയോ എന്ന് നമ്മളാരും അറിയില്ല, സമൂഹം തന്നെ കേട്ടിട്ടില്ല. എന്നിട്ടും പറയുന്നു ഞങ്ങൾ ലോകത്തോട് പറയും. അപ്പോൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞതാണോ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊണ്ടു നടക്കുന്നതാണോ വിശ്വാസം? സമൂഹത്തിന് അറിയണ്ടേ. ഇനി അത് മാത്രമല്ല, CM മടവൂര് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം CM സ്മരണിക, ഇത് പ്രത്യേകം പറയേണ്ട സംഗതിയാണ്. ഈ CS സ്മരണികയിൽ 41ാമത്തെ പേജിൽ കുത്തുബുസ്സമാൻ CM വലിയുല്ലാഹി എന്നാണ് ഒരു ലേഖനത്തിൻ്റെ ഹെഡിങ്. വൈലത്തൂർ തങ്ങൾ എഴുതിയ, അദ്ദേഹം ഈ CM മടവൂരായിട്ട് വളരെ അടുത്ത ആളാണ് വൈലത്തൂർ തങ്ങൾ, അയാൾ എഴുതിയ ലേഖനാണ്. ഇപ്പോഴും അത് പിൻവലിക്കാതെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും കുത്തുബുസ്സമാൻ എന്നാണ് എന്തായത് പരിചയപ്പെടുത്തിയത്. ഇനി അതുകൊണ്ട് തീർന്നില്ല. ഇപ്പോൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞ കാര്യമാണ് ശരിയെങ്കിൽ സമസ്തയുടെ സ്ഥാപക നേതാവിന് നമ്മൾ എന്താ ചെയ്യുക? അത് ഇവർ പറയണം. സമസ്തയുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണിത്. ഇതിൽ പാങ്ങിൽ എഴുതിയ കുത്തുബിയത്ത്, മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയ കുത്തുബിയത്ത്, ഇതിൻ്റെ 228ാമത്തെ പേജിൽ അത് തുടങ്ങുന്നത് എങ്ങനെ അറിയും? യാ കുത്തുബ അഹ്ലിൽ അർളി വൽ ഖദറ യാ ഗൗസഹും ഫി സദമത്തിൽ ബലവാ യാ ഗൗസഹും ഫിൽ ഖൈരി വല്ലറാ. കുത്തുബെ ഗൗസെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരെ? മൊഹീദ്ദീൻ ഷെയ്ഖ് കുത്തുബാണ്, ഗൗസാണ് എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്തിലുണ്ട്. അപ്പോൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ കാലത്തിന് മുമ്പുള്ള ആളാണ് പാങ്ങിൽ. ഇപ്പോൾ കാന്തപുരം ഉസ്താദ് ഉണ്ട്. ഇതിൽ ഏതാ ശരി? ഇവർ പറയട്ടെ. ഇത് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ വസ്തുത ശരിക്കും ആളുകൾക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ പിൻവലിച്ച് പറഞ്ഞു കൊടുക്കണം. ഇനി ഇത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പേര് നിർദ്ദേശിച്ച് കൊടുത്ത പുസ്തകമാണ്. കഴക്കൂട്ടം AV ഷംസുദ്ദീൻ മുസ്ലിയാർ എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ 74ാമത്തെ പേജിൽ ഈ CM മടവൂര് പറഞ്ഞതായിട്ട് പറയാണ്, ഇവിടെയാണ് കുത്തുബുൽ ആലമിൻ്റെ ഖബർ, ഇവിടെയാണ് എൻ്റെ ഖബർ. അപ്പം ഞാൻ കുത്തുബുൽ ആലമാണെന്ന് ആര് പറയുക? CM മടവൂര് പറയുക. ഇനി അന കുത്തുബുൽ അഖ്താബ് ഹക്കല്ലാ ഷക്കഫി, ഒരു സംശയവും വേണ്ട, ഞാൻ തന്നെയാണ് കുത്തുബുൽ അഖ്താബ്. ഇതൊക്കെ ആൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും പിൻവലിക്കാതെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഊരിക്കഴിച്ചിലാകാൻ അല്ലെങ്കിൽ മെല്ലെ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പറയാമെന്നുള്ളത് ശരിയല്ല. ഇത് വൈലത്തൂർ മുസ്ലിയാർ തന്നെ കറാമത്ത് ഒഴുക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ കുറിച്ച് എഴുതിയതാണ്, CM മടവൂരിനെ കുറിച്ച്. ഇതിന് തുടക്കത്തിൽ പറയാണ്, CM മടവൂർ ആരാന്നറിയോ? അദ്ദേഹത്തിന് തൊയ്യുസമാൻ തൊയ്യുൽ മക്കാൻ, സ്ഥലവും കാലവും ചുരുക്കി കിട്ടിയ കഴിവുള്ള ആളാണ് ആര്? CM മടവൂർ. അപ്പോൾ തൊയ്യുസമാനും തൊയ്യുൽ മക്കാനൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തപ്പെട്ട ആളാണ്
ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇവർ കൊണ്ടു നടക്കുന്നത്. ഇനിതാ ഇത് SYS ഇറക്കിയ മൗലിദാണ്, തള്ളാൻ പറ്റില്ലല്ലോ. SYS ഇതിലും എന്താ ഉള്ളത്? ഇതാ ഹുവൽ കുത്തുബു സുൽത്താനു സമ്മാഹു മുഹമ്മദ് അബൂബക്കരി അൽ മഷ്ഊർ മിൻ ദൂനി റൈബത്തിൻ വഹീദുൻ ഫരീദുൻ ലാ യുവാഫിഖു മിസ്ലുഹു വലിയുൻ ജലീലുൻ ഷെയ്ഖ് കുല്ലി ത്വരീഖി. ഈ വിഷയത്തിൽ മൂപ്പർക്ക് തുല്യനായ ആരുമില്ല എന്നാണ് അവിടെയും കുത്തുബ് എന്നാണ് പറയണത്. ഇനി ഇത് വേറെ മൊഴി, ഇതൊക്കെ ഈ CM അടവൂരിനെ പറ്റിയുള്ള ഇതിലും കുത്തുബ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്ന നിലക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത് ഇവരെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് എന്നതിൻ്റെ വലിയ തെളിവാണ് കുത്തുബിയത്ത്. യാ കുത്തുബ അഹ്ലിസ്സമ വൽ അർളി ഗൗസഹുമ. അതായത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുത്തുബും ഗൗസുമായിട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ ഇത് കേട്ടു, ഏത് നമ്മളെ പാങ്ങിലിൻ്റെ കേട്ടു, ഇത് കായൽ പട്ടണത്തിലുള്ള ആൾ എഴുതിയ കുത്തുബിയത്ത്. ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ കേന്ദ്രബിന്ദു, അച്യുതണ്ട്, ധ്രുവം എല്ലാം. കുത്തുബ് എന്ന് പറഞ്ഞ അർത്ഥം കേന്ദ്രബിന്ദു, അച്യുതണ്ട്, ധ്രുവം എന്നൊക്കെയാണ് അർത്ഥം. ഔലിയാക്കളിലെ അത്യുന്നത വിഭാഗത്തെ പറ്റിയാണ് കുത്തുബ് എന്ന് പ്രയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ കുത്തുബിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം. എല്ലാ ഔലിയാക്കളും നിയന്ത്രണം കുത്തുബാണ് നടത്തുക, ആ നിലക്കാണ്. ഇനി മൊഹീദ്ദീമാല, ഇപ്പോൾ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞതാണ് സമസ്തയുടെ വിശ്വാസമെങ്കിൽ മൊഹീദ്ദീമാല പെട്ടെന്ന് പിൻവലിക്കണം. കാരണം എന്താ? മൊഹീദ്ദീമാലയിൽ ഭൂമി ഉരുണ്ട ഫോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ, കഅബാനെ ചുറ്റുവാൻ കുത്തുബാണോലെല്ലാവരും കഅബൻ തൊവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. കുത്തുബാണ്. എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നോവർ, എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. അപ്പോൾ ഇതൊരു വെറും വർത്താനല്ല, ഇത് ഇവരുടെ ഈ ഷിയാക്കളും സൂഫികളും കൊണ്ട് നടന്ന ആ വിശ്വാസം തന്നെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇമാം റാസി റഹിമഹുള്ള പറഞ്ഞ ആ ഇബാറത്ത് വെച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയൂല. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഇത്ര പിന്നെ വ്യാപകമായി അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നത്തിൽ സമസ്തപ്പെടാനുള്ള കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം മുസ്ലിയാർ തന്നെയാണ്. അദ്ദേഹത്തിന് അത് തിരുത്താനുള്ള വലിയ പല അവസരവും കിട്ടിയിട്ടുണ്ട്, പല വേദികൾ കിട്ടിയിട്ടുണ്ട്. ഇത് വിശ്വാസപൂർവ്വം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഈ പുസ്തകത്തിൻ്റെ പിന്നെ ഏകദേശം 348 മുതൽ പിന്നെ 361 വരെ പേജുകൾ CM അടവൂരുമായിട്ടുള്ള ബന്ധം പറയണേ. എന്നാൽ തൻ്റെ സംഘടനയിൽ ഒരു വിഭാഗം പ്രത്യേക ആദർശ സമ്മേളനങ്ങൾ നടത്തി, പിന്നെ ആദർശ മാറ്റങ്ങൾ നടത്തി, അതിന് നോട്ട്സൊക്കെ ഇറക്കിയിട്ടാണ് പോണത്, മുഷാവറയിൽപ്പെട്ടവർ തന്നെ. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെയെങ്കിലും ഒരു തിരുത്തു കൊടുത്തില്ല? അപ്പോൾ ഇതാണ് സമൂഹം അറിയേണ്ടത്. ഇത് വിശ്വാസത്തിലെ വളരെ വലിയ വ്യതിയാനമാണ്, ഖുർആൻ ദുർവ്യാഖ്യാനമാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഷിയാക്കൾ അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ, അതേപോലെ ഷിയാക്കൾ അവരുടെ ഇമാമുകളുടെ പേരിൽ പിന്നീട് സൂഫികൾ കൊണ്ടു നടക്കുന്ന അനിസ്ലാമിക വിശ്വാസമാണ്. ഇതൊരിക്കലും അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. അതുകൊണ്ട് ഇത് തിരുത്തി എന്നാണ് സമൂഹം കേൾക്കേണ്ടത്, ആ ദുർവ്യാഖ്യാനം പിൻവലിച്ചു എന്നാണ് കേൾക്കേണ്ടത്. ഇമാം റാസി റഹിമഹുള്ള പറയാത്ത കാര്യം പോലും ഇമാം റാസിയുടെ പേരിൽ പറഞ്ഞിട്ടാണ് ഇതൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അപകട സമൂഹം തിരിച്ചറിയണമെന്നാണ് ഉണർത്താനുള്ളത്. പറഞ്ഞ പോലെ നെല്ലിക്കുത്ത് എഴുതിയത് ഈയൊരു ആശയത്തിൽ മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ തീർച്ചയായും ആ പഠനങ്ങൾക്ക്, ആ പാഠത്തിന് വിപരീതമായിട്ടാണ് കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ പിന്നെ കാന്തപുരം എഴുതിയതും തുടർന്ന് വന്ന നേരത്തെ വായിച്ച ആളുകൾ എഴുതിയതും പറഞ്ഞതുമായ കാര്യങ്ങളാണ് ശരിയെങ്കിൽ നെല്ലിക്കുത്ത് അവിടെ ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്നത് വ്യക്തമാക്കണം. തീർച്ചയായും ഇതിൽ കേൾക്കുന്ന സാധാരണക്കാർ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഈ ആളുകളിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുകൂടി സാന്ദർഭികമായി ചേർത്ത് വെക്കുകയാണ്.